നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശനി മേടൻ രാശി മുതൽ മീനൻ രാശി വരെ നിന്നാലുണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. മേടം രാശിയിൽ ശനി നിൽക്കുന്ന സമയം ജനിക്കുന്നവർ അറിവില്ലാത്തവരായും സഞ്ചാരിയായും കപടമുള്ളവരായും ബന്ധുക്കളില്ലാത്തവരായും ഭവിക്കും. വൃശ്ചികം രാശിയിൽ ശനി നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ബന്ധനം എന്ന് പറഞ്ഞാൽ ജയിൽവാസവും വധം ഇവയും അനുഭവിക്കുന്നവനായും ചപലനായും ദയാശീലമില്ലാത്തവനായും ലജ്ജയില്ലാത്തവനായും ഭവിക്കും. മിഥുനം രാശിയിലോ കന്നി രാശിയിലോ ശനി നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ലജ്ജയും സുഖവും ധനവും പുത്രന്മാരും ഇല്ലാത്തവരായും എഴുത്ത് വിഷയമായ കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നവരായും രക്ഷാധികൃതനായും പ്രധാന നായകത്വമുള്ളവരായും ഭവിക്കും. ശനി ഇടവൻ രാശിയിൽ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ അഗമ്യകളായ സ്ത്രീകളിൽ ആഗ്രഹമുള്ളവരായും വളരെ സമ്പത്തുകളില്ലാത്തവരായും അനേക ഭാര്യമാരോട് കൂടിയവരായും ഭവിക്കും. കർക്കിടകം രാശിയിൽ ശനി നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ധനഹീനരായും പല്ലുകൾക്ക് വൈകല്യം ഉള്ളവരായും മാതാവിനോട് വേർപെട്ടവരായും പുത്രന്മാരില്ലാത്തവരായും അറിവില്ലാത്തവരായും ഭവിക്കും. ചിങ്ങം രാശിയിൽ ശനി നിൽക്കുന്ന സമയം ജനിക്കുന്നവർ അപൂജ്യനായും സുഖവും പുത്രന്മാരും ഇല്ലാത്തവരായും ഭാരങ്ങളെ വഹിക്കുന്നവരായും ഭവിക്കും. ശനി ധനുവിലോ മീനത്തിലോ നിന്നാൽ ജനിക്കുന്നവർ ശോഭനമായ അന്ധഃകരണവും പര്യന്ത പ്രദേശങ്ങളും ഉള്ളവനായും അഥവാ ശോഭനമായ ചരമകാലത്തോടു കൂടിയവനായും രാജഭവനങ്ങളിൽ ഏറ്റവും വിശ്വസ്തനായും രാജമന്ത്രിയായും നല്ല പുത്രന്മാരും ഭാര്യയും ധനവും ഉള്ളവനായും പുരം സൈന്യം ഗ്രാമം ഇതുകളുടെ പ്രധാന നായകനായും ഭവിക്കും. ശനിയുടെ സ്വക്ഷേത്രമായ മകരത്തിലോ കുംഭത്തിലോ ശനി നിന്നാൽ അന്യസ്ത്രീകളും അന്യധനവും ഉള്ളവരായും പുരം സംഘം ഗ്രാമം സൈന്യം ഇതുകളുടെ നായകനായും ചെറിയ കണ്ണുകളുള്ളവരായും മലിനനായും സ്ഥിരമായ ധനവും ഐശ്വര്യവും ഉള്ളവരായും ഭോഗിയായും ഭവിക്കും. ശനി ഓരോ രാശിയിലും നിന്നാലുണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഒരുപാട് വീഡിയോസുകൾ വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതും ആയിരിക്കും.